ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് LGSൻ്റെ 18ാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. രണ്ട് ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. ഒന്ന് ആസൂത്രണ കമ്മീഷനും അതുപോലെ നീതി ആയോഗുമാണ്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള കറണ്ട് അഫയേഴ്സുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കതിനും ക്ലാസ്സിലേക്ക് പോകാം. സാമ്പത്തിക ആസൂത്രണം എന്ന ലക്ഷ്യത്തോടെ ജവഹർലാൽ നെഹ്റുവും അതുപോലെ അതുൽ തിവാരി, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ ചേർന്ന് രൂപീകരിച്ച കമ്മിറ്റിയാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. സാമ്പത്തിക ആസൂത്രണം എന്ന ലക്ഷ്യത്തോടെ ജവഹർലാൽ നെഹ്റുവും അതുൽ തിവാരി അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ ചേർന്ന് രൂപീകരിച്ച കമ്മിറ്റിയാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നതെന്നാണ് 1938 1938 ഹരിപുര സമ്മേളനത്തിലാണ് ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് എന്നാണ് 1938. ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചതാരാണ്? മേഘനാഥ് സാഹ എന്ന് പറയുന്ന വ്യക്തിയാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചതാരാണ്? മേഘനാഥ് സാഹ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇതിന് പിന്തുടർച്ചയെന്നോണം 1946 ഇടക്കാല ഗവൺമെൻറ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുകയുണ്ടായി. ഇതിന് പിന്തുടർച്ചയെന്നോണം 1946 ഇടക്കാല ഗവൺമെൻറ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുകയുണ്ടായി. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി ആയിരുന്നു. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? KC നിയോഗി ആയിരുന്നു. 1946 KC നിയോഗി അധ്യക്ഷനായി രൂപീകരിക്കപ്പെട്ട അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ഉപദേശപ്രകാരമാണ് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. 1946 KC നിയോഗി അധ്യക്ഷനായി രൂപീകരിക്കപ്പെട്ട അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ഉപദേശപ്രകാരം, ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചു, അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ഉപദേശപ്രകാരം സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ഉപദേശപ്രകാരമാണ് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. ഇതൊരു ഭരണഘടനാപരമായ സമിതിയോ അതുപോലെ സ്റ്റാറ്റ്യൂട്ടറിയോ ബോഡിയോ അല്ല, ഇതൊരു ഉപദേശക സമിതിയാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. ഈ ഒരു പോയിന്റും ഓർത്തു വെച്ചോ. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്, അല്ലാതെ ഭരണഘടനാപരമായ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല. നിലനിന്നിരുന്ന കാലത്തോളം സാമൂഹ്യ സാമ്പത്തിക വികസനങ്ങളുടെ മുഖ്യ പ്രവർത്തന കേന്ദ്രമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ്? യോജനാ ഭവനാണ്. ഒന്നുകിൽ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം പ്ലാനിംഗ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? യോജനാ ഭവൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? എപ്പോഴും പ്രധാനമന്ത്രിയാണ്. അതുപോലെ ആസൂത്രണ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? പദ്ധതികളുടെ തയ്യാറാക്കൽ, അതുപോലെ നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുക എന്നുള്ളതാണ് ആസൂത്രണ കമ്മീഷൻ്റെ ചുമതല. പദ്ധതികൾ തയ്യാറാക്കൽ, അതുപോലെ നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുക എന്നുള്ളതാണ് ആസൂത്രണ കമ്മീഷൻ്റെ ചുമതല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലളിതമായ ഒരു പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലളിതമായ ഒരു പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ഇതിൻ്റെ മറ്റു അംഗങ്ങൾ ആരൊക്കെയാണ്? ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും, പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉണ്ടാകും. ഇതിൻ്റെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാകും, അതുപോലെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഈ ആസൂത്രണ കമ്മീഷനിൽ ഉണ്ടാകും. അതുപോലെ ആസൂത്രണ കമ്മീഷൻ്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ്? സോവിയറ്റ് യൂണിയൻ്റേതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോ. ആസൂത്രണ കമ്മീഷൻ്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. ഇതൊക്കെ PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റുവും ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയുമാണ്. അതുപോലെ ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോ. CD ദേശ്മുഖ്, അതുപോലെ VT കൃഷ്ണമാചാരി,
GL മേത്ത, അതുപോലെ RK പാട്ടീൽ. ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, അതുപോലെ RK പാട്ടീൽ. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് ഏതിലൂടെയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുന്ന ഒരു പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുന്ന ഒരു പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി. അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇതൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? മൊണ്ടേഗ് സിംഗ് അലുവാലിയയാണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? മൊണ്ടേഗ് സിംഗ് അലുവാലിയ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദിയും പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? മൊണ്ടേഗ് സിംഗ് അലുവാലിയയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അവസാന മെമ്പർ സെക്രട്ടറി ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അവസാന മെമ്പർ സെക്രട്ടറി ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ്. അതുപോലെ നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം എന്നാണ്? 1965. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം എന്നാണ്? 1965. അതുപോലെ സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ആസൂത്രണ കമ്മീഷനാണ്. ഇതൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. സമാന്തര ക്യാബിനറ്റ്, അതുപോലെ ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആസൂത്രണ കമ്മീഷനാണ്. അതുപോലെ സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നും ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. സൂപ്പർ ക്യാബിനറ്റ് എന്നും അതുപോലെ സാമ്പത്തിക ക്യാബിനറ്റ് എന്നും ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. അതുപോലെ ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? 2001. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? 2001. അതുപോലെ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1967. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനാരാണ്? EMS ആണ്. EMS നമ്പൂതിരിപ്പാടാണ് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ. അതുപോലെ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷനാരാണ്? MK ഹമീദാണ്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷനാരാണ്? MK ഹമീദാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. NDC. PSC പലതവണ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. NDC രൂപീകൃതമായതെന്നാണ്? 1952 ഓഗസ്റ്റ് 6-നാണ് NDC രൂപീകൃതമായത്. 1952 എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനിലൂടെ ഇന്ത്യ ഗവൺമെൻറ് രൂപീകരിച്ചതാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. 1952 എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനിലൂടെ ഇന്ത്യ ഗവൺമെൻറ് രൂപീകരിച്ചതാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ദേശീയ വികസന സമിതി, അതായത് NDC നിലവിൽ വന്നത് എന്നാണ്? 1952 ഓഗസ്റ്റ് 6-നാണ് ദേശീയ വികസന സമിതി, അതായത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ് 6-നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് NDCയുടെ രൂപീകരണം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് NDCയുടെ രൂപീകരണം. NDCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? അതും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. NDCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. NDCയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 1952 നവംബർ 8-9-നാണ്. NDCയുടെ ആദ്യ സമ്മേളനം നടന്നത് 1952 നവംബർ 8-9 എന്നീ തീയതികളിലാണ് NDCയുടെ ആദ്യ സമ്മേളനം നടന്നത്. അപ്പോൾ NDC നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന സമിതി എന്നൊക്കെയായിരിക്കും PSC ചോദിക്കുക. അപ്പോൾ ഇത് 3 ഒന്നാണ്, അതൊന്ന് ഓർത്ത് വെച്ചോ. 1952 ഓഗസ്റ്റ് 6-നാണ് ദേശീയ വികസന സമിതി, അതായത് NDC രൂപീകൃതമായത്. ആദ്യ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യ സമ്മേളനം 1952
നവംബർ 8-9 കാലയളവിലാണ് ആദ്യ സമ്മേളനം നടന്നത്. അടുത്തത് 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച ഈ കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്. 1967 ഒക്ടോബർ 7 പുനഃസംഘടിപ്പിച്ച ഈ കൗൺസിലാണ് വികസന കാര്യങ്ങളിൽ ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യത്തിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്. അതുപോലെ NDC അതിൻ്റെ സുവർണ ജൂബിലി മീറ്റിംഗ് ചേർന്നതെന്നാണ് 2002 ഡിസംബർ 21. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് NDCയുടെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ദേശീയ വികസന സമിതിയുടെ ഈ സമിതി രൂപീകരിച്ചത് 1952 ഓഗസ്റ്റ് 6 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് NDC രൂപീകൃതമായത്. അതുപോലെ എന്താണ്, അപ്പോൾ ഈ ഒരു പോയിന്റുകളാണ് ഇവിടെ കൂടുതലായിട്ടും ഓർത്തു വെക്കേണ്ടത്. 50ാമത് മീറ്റിംഗ്, അതായത് NDC അതിൻ്റെ സുവർണ ജൂബിലി 50ാമത് മീറ്റിംഗ് ചേർന്നതെന്നാണ് 2002 ഡിസംബർ 31 ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത്. സാമൂഹ്യ സാമ്പത്തിക വികസന കാര്യങ്ങളിൽ പാർലമെൻറ്റിനു തൊട്ടു താഴെയുള്ള സുശക്തമായ പ്രവർത്തന സംവിധാനമാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. സാമൂഹ്യ സാമ്പത്തിക വികസന കാര്യങ്ങളിൽ പാർലമെൻറ്റിനു തൊട്ടു താഴെയുള്ള സുശക്തമായ പ്രവർത്തന സംവിധാനമാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ NDC. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. നേരത്തെ നമ്മൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അതുപോലെ എന്താണ്, ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്, അധ്യക്ഷൻ ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ എന്താണ്, ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്, ഗുൽ സാരിലാൽ നന്ദയാണ്. അതുപോലെ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്, യോജന ഭവൻ ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. പിന്നെന്താണ്, മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു, CD ദേശ്മുഖ്, അതുപോലെ VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ എന്ന് പറയുന്നവരാണ് മറ്റു അംഗങ്ങളെന്ന് പറയുന്നത്. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അതുപോലെ എന്താണ്, പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ചെയർമാൻ ആരാണ്, നരേന്ദ്രമോദിയാണ്. അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്, മൊണ്ടേഗ് സിംഗ് അലുവാലിയയാണ്. ഇതൊക്കെ PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. അവസാനത്തെ മെമ്പർ സെക്രട്ടറി ആരാണ്, സിന്ധുശ്രീ ഖുള്ളറാണ്. അതുപോലെ എന്താണ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ ഓർത്ത് വെച്ചു. സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അതുപോലെ സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ് എന്നൊക്കെ ഈ ഒരു ആസൂത്രണ കമ്മീഷൻ മുമ്പ് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. പിന്നെന്താണ്, കേരള സംസ്ഥാനം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1967. ആദ്യത്തെ അധ്യക്ഷനാരാണ്, EMS നമ്പൂതിരിപ്പാടാണ്. ആസൂത്രണ കമ്മീഷൻ്റെ സാധാരണ അധ്യക്ഷനാകുന്നത് ആരാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു, EMS ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു, MK ഹമീദ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റുകളൊക്കെ ഓർത്ത് വെച്ചോ. അടുത്തത് നീതി ആയോഗാണ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന പുതിയൊരു സംവിധാനമാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. ഇൻഡിപെൻഡൻസ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ അജയ് ജിബ്ബറിൻ്റെ ശുപാർശ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത്. ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേഷൻ ഓഫീസ് ഡയറക്ടർ ജനറൽ അജയ് ജിബ്ബറിൻ്റെ ശുപാർശ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നീതി ആയോഗിൻ്റെ ആസ്ഥാനം നീതി ഭവൻ അല്ലെങ്കിൽ സൻസദ് മാർഗ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ആസ്ഥാനം എവിടെയാണ്? നീതി ഭവൻ അല്ലെങ്കിൽ സൻസദ് മാർഗ് ഇതെവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഗവൺമെൻറ് പ്രോഗ്രാമുകളും വികസന തന്ത്രങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമിതിയാണ് നീതി ആയോഗ്. ഗവൺമെൻറ് പ്രോഗ്രാമുകളും വികസന തന്ത്രങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമിതിയാണ് നീതി ആയോഗ്.
ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? നീതി ആയോഗാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. അതുപോലെ ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. അതുപോലെ ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 2015 ഫെബ്രുവരി 8-ാം തീയതിയാണ്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8-ാം തീയതിയാണ്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് എന്താണ്? ടീം ഇന്ത്യ എന്നാണ്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നാണ്. അടുത്തത് നീതി ആയോഗിൻ്റെ ഘടന എന്തൊക്കെയാണ്? ചെയർപേഴ്സൺ ഉണ്ടാകും. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും ചെയർപേഴ്സൺ. നീതി ആയോഗിൻ്റെ ഘടനയിൽ ചെയർപേഴ്സൺ ഉണ്ടാകും. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും ചെയർപേഴ്സൺ. അതുപോലെ ഗവേണിംഗ് കൗൺസിലർമാരുണ്ടാവും. ഗവേണിംഗ് കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? സംസ്ഥാന മുഖ്യമന്ത്രിമാരുണ്ടാവും. കേന്ദ്ര ഭരണ പ്രദേശത്തിലെ മുഖ്യമന്ത്രിമാരുണ്ടാവും. അതുപോലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും ഇതിൽ ഉൾപ്പെടും. അപ്പോൾ ഗവേണിംഗ് കൗൺസിൽ ആരൊക്കെയാണ്? സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അതുപോലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും ഈ ഗവേണിംഗ് കൗൺസിൽ ഉൾപ്പെട്ടിരിക്കും. അതുപോലെ റീജിയണൽ കൗൺസിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ഒന്നോ അതിലധികമോ സംസ്ഥാന മേഖലകളിലെ സംബന്ധിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് റീജിയണൽ കൗൺസിൽ ഉണ്ടായിരിക്കും. അതായത് ഒന്നോ അതിലധികമോ സംസ്ഥാന മേഖലകളിൽ സംബന്ധിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് റീജിയണൽ കൗൺസിൽ ഉണ്ടായിരിക്കും. അതുപോലെ നിശ്ചിത കാലത്തേക്കാണ് ഇവ രൂപീകരിക്കുക. പ്രധാനമന്ത്രിയാണ് ഇത് വിളിച്ചു ചേർക്കുന്നത്. പ്രധാനമന്ത്രിയാണ് റീജിയണൽ കൗൺസിൽ വിളിച്ചു ചേർക്കുന്നത്. ഒന്നോ അതിലധികമോ സംസ്ഥാന മേഖലകളിലെ സംബന്ധിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് റീജിയണൽ കൗൺസിൽ ഉണ്ടായിരിക്കും. നിശ്ചിത കാലത്തേക്ക് മാത്രമാണ് ഇത് രൂപീകരിക്കുന്നത്. പ്രധാനമന്ത്രിയാണ് ഇത് വിളിച്ചു ചേർക്കുന്നത്. അതുപോലെ അതാത് മേഖലയിലെ മുഖ്യമന്ത്രിമാർ, അതുപോലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ എന്നിവർ ഇതിൽ ഉൾപ്പെടും. അപ്പം റീജിയണൽ കൗൺസിലിൽ അതാത് മേഖലയിലെ മുഖ്യമന്ത്രിമാരും ലഫ്റ്റനൻറ്റ് ഗവർണർമാരും ഇതിൽ ഉൾപ്പെടും. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സണോ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധിയോ ആയിരിക്കും ഇതിന് അധ്യക്ഷത വഹിക്കുന്നത്. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സണോ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധിയോ ആയിരിക്കും ഇതിന് അധ്യക്ഷത വഹിക്കുന്നത്. പിന്നെന്താണ്? പ്രത്യേക ക്ഷണിതാക്കൾ ആരൊക്കെയാണ്? ഓരോ മേഖലയിലും വിദഗ്ധരായ വ്യക്തികൾ സ്പെഷ്യൽ ഇൻവൈറ്റുകളായി ക്ഷണിക്കപ്പെടും. പ്രത്യേക ക്ഷണിതാക്കൾ ആരൊക്കെയാണ്? ഓരോ മേഖലയിലും വിദഗ്ധരായ വ്യക്തികൾ, അതുപോലെ സ്പെഷ്യൽ ഇൻവൈറ്റുകളായിരിക്കും ഇതിൽ ക്ഷണിക്കപ്പെടുന്നത്. പിന്നെന്താണ്? മറ്റു പ്രവർത്തക അംഗങ്ങൾ ആരൊക്കെയാണ്? വൈസ് ചെയർപേഴ്സൺ ഉണ്ടാകും. അതായത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ ആ ഒരു പദവിയിലുള്ള ഒരു വ്യക്തിയായിരിക്കും വൈസ് ചെയർപേഴ്സണായിട്ട് ഉണ്ടാവുക. ഇത് നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ വൈസ് ചെയർപേഴ്സണെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയിലുള്ള വ്യക്തിയായിരിക്കും വൈസ് ചെയർപേഴ്സണായിട്ട് നിയമിക്കുന്നത്. അതുപോലെ ഫുൾ ടൈം മെമ്പർമാരുണ്ടാവും. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പദവി വഹിക്കുന്ന വ്യക്തികളായിരിക്കും ഫുൾ ടൈം മെമ്പർമാരായിട്ട് ഉണ്ടാവുക. പാർട്ട് ടൈം മെമ്പർമാരാരൊക്കെയാണ്? പരമാവധി 2 പേരാണ് പാർട്ട് ടൈം മെമ്പർമാരായിട്ടുണ്ടാവുക. പ്രസിദ്ധ ഗവേഷണ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, സമാന സ്ഥാപനങ്ങളിൽ നിന്നുള്ള വ്യക്തികളായിരിക്കും പാർട്ട് ടൈം മെമ്പർമാരായിട്ട് ഉണ്ടാവുക. അപ്പോൾ 2 പേര് മാത്രമേ പാർട്ട് ടൈം മെമ്പർമാരുണ്ടാവുകയുള്ളൂ. ഏതിൽ നിന്നാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്? പ്രസിദ്ധ ഗവേഷണ സ്ഥാപനങ്ങൾ, അതുപോലെ യൂണിവേഴ്സിറ്റികൾ, സമാന സ്ഥാപനങ്ങളിൽ നിന്നുള്ള 2 പേരെയാണ് പാർട്ട് ടൈം മെമ്പർമാരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ എക്സ് ഒഫീഷ്യോ മെമ്പർമാരുണ്ടാകും. പരമാവധി 4 പേരാണ് എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ട് ഉണ്ടാവുക. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ട് ഉണ്ടാവുക. പരമാവധി 4 പേരാണ് എക്സ് ഒഫീഷ്യോ മെമ്പർമാരായിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുണ്ടാവും. ഗവൺമെൻറ് സെക്രട്ടറി റാങ്കിലുള്ള വ്യക്തികളായിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിക്കുന്നത്. ഇത് നിയമിക്കുന്നതാരാണ്? പ്രധാനമന്ത്രിയാണ് ഇത് നിയമിക്കുന്നത്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, അതായത് ഗവൺമെൻറ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിതനാവുക. പ്രധാനമന്ത്രിയാണ് ഇത് നിയമിക്കുന്നത്. അടുത്തത് PSC പലതവണ ചോദിച്ചതാണ്, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ PSC ചോദിക്കുന്നതാണ്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങൾ: വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. അതുപോലെ കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്?
കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. അടുത്തത് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അതുപോലെ ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. ഞാനൊന്നുകൂടെ പറയാം. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അതുപോലെ ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നിവയൊക്കെയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. ഇത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ നീതി ആയോഗിൻ്റെ ഭരണ നേതൃത്വം അധ്യക്ഷനാരാണ്? നിലവിൽ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷനും ആരാണ്? നരേന്ദ്രമോദി തന്നെയായിരുന്നു. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. ആദ്യ അധ്യക്ഷനും നരേന്ദ്രമോദിയായിരുന്നു. ഉപാധ്യക്ഷൻ നിലവിൽ ആരാണ്? സുമൻ കെ ബെരിയാണ് ഉപാധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? നിലവിൽ സുമൻ കെ ബെരി ആയിരുന്നു. ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരെയായിരുന്നു ആദ്യ ഉപാധ്യക്ഷൻ. അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആരാണ്? രാജീവ് കുമാർ ആയിരുന്നു. നീതി ആയോഗിൻ്റെ രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? രാജീവ് കുമാർ ആയിരുന്നു. നിലവിൽ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ കെ ബെരിയാണ്. നീതി ആയോഗിൻ്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. ആദ്യത്തെ CEO ആരായിരുന്നു? സിന്ധുശ്രീ ഖുള്ളർ ആയിരുന്നു. ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ ഖുള്ളർ ആയിരുന്നു. രണ്ടാമത്തെ CEO ആരാണ്? അമിതാഭ് കാന്താണ്. രണ്ടാമത്തെ CEO ആരായിരുന്നു? അമിതാഭ് കാന്ത് ആയിരുന്നു. അപ്പോൾ CEO ആരാണ്? നിലവിലെ BVR സുബ്രഹ്മണ്യം. അതുപോലെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ കെ ബെരിയാണ്. അതുപോലെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. അടുത്തത് നീതി ആയോഗിൻ്റെ ഒരു ഉപഘടകമുണ്ട്. എന്താണ്? നിലേഡ് എന്നാണ് അതിനറിയപ്പെടുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. നീതി ആയോഗിൻ്റെ ഉപഘടകം ഏതാണ്? നിലേഡ് എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് മാൻ പവർ റിസർച്ച് എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. 2014 മുതലാണ് നിലേഡ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അതുപോലെ നീതി ആയോഗിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസ് ഏതാണ്? DMEO ആണ്, ഡെവലപ്മെൻറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്. ഇത് സ്ഥാപിതമായത് 2015 സെപ്റ്റംബർ 18 അതുപോലെ അരവിന്ദ് പനഗിരയുടെ പ്രശസ്തമായൊരു പുസ്തകമാണ് ഇന്ത്യ ദി എമർജിംഗ് ജയൻറ്റ് എന്ന് പറയുന്നത്. ഇത് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. അരവിന്ദ് പനഗിരയുടെ പ്രശസ്തമായ പുസ്തകം ഏതാണ്? ഇന്ത്യ ദി എമർജിംഗ് ജയൻറ്റ് എന്ന് പറയുന്നത്. നീതി ആയോഗിൻ്റെ ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി. നീതി ആയോഗിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, അതുപോലെ പുതുച്ചേരി. അടുത്തത് നീതി ആയോഗിൻ്റെ പോരായ്മകളാണ്. എന്തൊക്കെയാണ്? സ്വകാര്യ പൊതുമേഖലാ രംഗത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിൽ നീതി ആയോഗ് പങ്കുവഹിക്കുന്നില്ല. എന്താണ്? സ്വകാര്യ പൊതുമേഖലാ രംഗത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിൽ നീതി ആയോഗ് പങ്കുവഹിക്കുന്നില്ല. ഇന്ത്യയിലെ സാമ്പത്തിക സാമൂഹിക സമത്വം ഉറപ്പുവരുത്താൻ നീതി ആയോഗ് അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അമിതമായ കടന്നുകയറ്റം നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളിൽ നിഴലിക്കുന്നു.
രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അമിതമായ കടന്നുകയറ്റം നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളിൽ നിഴലിക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നീതി ആയോഗിന് സാധിക്കുന്നില്ല. സർക്കാരുകളുടെ നയപരമായ തീരുമാനങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായ അധികാരം നീതി ആയോഗിനില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നീതി ആയോഗിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത്. സ്വകാര്യ പൊതുമേഖലാ രംഗത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിൽ നീതി ആയോഗ് പങ്കുവഹിക്കുന്നില്ല. അതുപോലെ ഇന്ത്യയിലെ സാമ്പത്തിക സാമൂഹിക സമത്വം ഉറപ്പുവരുത്താൻ നീതി ആയോഗിന് സാധിക്കുന്നില്ല. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അമിതമായ കടന്നുകയറ്റം നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങൾ നിഴലിക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നീതി ആയോഗിന് സാധിക്കുന്നില്ല. സർക്കാരുകളുടെ നയപരമായ തീരുമാനങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായ അധികാരം നീതി ആയോഗിനില്ല എന്നിവയാണ് നീതി ആയോഗിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അടുത്ത് നമ്മൾ എടുക്കുന്നത് കറണ്ട് അഫയേഴ്സാണ്. ജനുവരി മാസത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സാണ്. 2025 ജനുവരിയിൽ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണം ഏതാണ്? നാഡി തരംഗിണിയാണ്. 2025 ജനുവരിയിൽ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണം ഏതാണ്? നാഡി തരംഗിണിയാണ്. 2025 ജനുവരി 9 അന്തരിച്ച മലയാള ഗായകൻ ആരാണ്? പി ജയചന്ദ്രനാണ്. 2025 ജനുവരി 9 അന്തരിച്ച മലയാള ഗായകൻ ആരാണ്? പി ജയചന്ദ്രനാണ്. 2025 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കാൻ കൊളീജിയം ശുപാർശ ചെയ്ത മലയാളി ജസ്റ്റിസ് ആരാണ്? കെ വിനോദ് ചന്ദ്രനാണ്. 2025 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കാൻ കൊളീജിയം ശുപാർശ ചെയ്ത മലയാളി ജസ്റ്റിസ് ആരാണ്? കെ വിനോദ് ചന്ദ്രനാണ്. അടുത്തത് പുതിയതായി രൂപവൽക്കരിക്കുന്ന തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ ബി അശോകാണ്. പുതിയതായി രൂപവൽക്കരിക്കുന്ന തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ ബി അശോകാണ്. 2025 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവും കവിയും ആയ വ്യക്തിയാണ് പ്രിതീഷ് നന്ദി എന്ന് പറയുന്ന വ്യക്തി. അപ്പം ഇദ്ദേഹം ഏത് മേഖലയിൽ പ്രശസ്തനാണ്? മാധ്യമ പ്രവർത്തകനാണ്, ചലച്ചിത്ര നിർമ്മാതാവാണ്, കവിയുമാണ്. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കും. ഇപ്പോൾ 2025 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവും കവിയുമായ വ്യക്തിയാണ് പ്രിതീഷ് നന്ദി എന്ന് പറയുന്ന വ്യക്തി. പ്രതീഷ് നന്ദി. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ 9 അംഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? അഞ്ജു ബോബി ജോർജാണ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ 9 അംഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? അഞ്ജു ബോബി ജോർജാണ്. അടുത്തത് ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇനി പറയുന്നവയിൽ ഏതൊക്കെ ഇന്ത്യൻ ഭാഷകൾക്കാണ് 2024 ഒക്ടോബറിൽ ക്ലാസിക്കൽ പദവി ലഭിച്ചത്? PSC ചോദിക്കും. ഓപ്ഷൻ സി ആണ് മറാത്തി, പാലി, പ്രാകൃതം, ആസാമീസ്, ബംഗാളി. ഇപ്പോൾ ഏതൊക്കെ ഭാഷകൾക്കാണ് 2024 ക്ലാസിക്കൽ പദവി ലഭിച്ചത്? മറാത്തി, പാലി, പ്രാകൃതം, ആസാമീസ്, ബംഗാളി എന്നീ ഭാഷകൾക്കാണ് 2024 ഒക്ടോബറിൽ ക്ലാസിക്കൽ പദവി ലഭിച്ചത്. അതൊന്ന് ഓർത്ത് വെച്ചോ. തലയോലപ്പറമ്പിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ അവാർഡ് നേടിയതാരാണ്? PN ഗോപികൃഷ്ണനാണ്. തലയോലപ്പറമ്പിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ അവാർഡ് ജേതാവാരാണ്? PN ഗോപികൃഷ്ണനാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാകുവാൻ പോകുന്നത്, അതായത് മുഖ്യ അതിഥി ആയതാരാണ്? പ്രഭാവോ സുബിയാന്തോയാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആയതാരാണ്? പ്രഭാവോ സുബിയാന്തോയാണ്. ഇന്തോനേഷ്യയുടെ പ്രധാനമന്ത്രിയാണ് പ്രഭാവോ സുബിയാന്തോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. അപ്പോൾ 2025 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആയതാരാണ്? പ്രഭാവോ സുബിയാന്തോയാണ്. ഇന്തോനേഷ്യയുടെ പ്രധാനമന്ത്രിയാണ് പ്രഭാവോ സുബിയാന്തോ. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3ാം സ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3ാം സ്ഥാനമാണ്. 2025 സൂപ്പർ സൺ എന്ന പ്രതിഭാസം ദൃശ്യമായത് എന്നാണ്? ഇതൊന്ന് ഓർത്ത് വെച്ചോ. 2025 ജനുവരി 4 2025 സൂപ്പർ സൺ എന്ന പ്രതിഭാസം ദൃശ്യമായത് 2025 ജനുവരി 4 സൈബർ സെക്യൂരിറ്റി കമ്പനിയായ മക്കാഫി പുറത്തിറക്കിയ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഡീപ്പ് ഫേക്ക് വീഡിയോകളും അതുപോലെ ഓഡിയോകളും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ടൂളാണ്
ഡീപ് ലേക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഡീപ് ലേക്ക് ഡിറ്റക്ടർ സൈബർ സെക്യൂരിറ്റി കമ്പനിയായ മക്കാഫി പുറത്തിറക്കിയ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഡീപ്പ് ഫേക്ക് വീഡിയോകളും അതുപോലെ ഓഡിയോകളും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ടൂളാണ് ഡീപ് ലേക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഫ്ലമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഫ്ലമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. രാജ്യത്ത് ഉൽപാദന വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരി ഏതാണ്? നിമസുലൈഡ് എന്ന് പറയുന്ന സാധനമാണ്. നിമസുലൈഡ് എന്താണ്? രാജ്യത്ത് ഉൽപാദന വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരി ഏതാണ്? നിമസുലൈഡ്. വല്ലാത്തൊരു പേരാണത്. നിമസുലൈഡ്. അപ്പോൾ രാജ്യത്ത് ഉൽപാദന വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരി ഏതാണ്? നിമസുലൈഡ്. 2025 ജനുവരിയിൽ അമേരിക്കയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കാലിഫോർണിയയാണ്. 2025 ജനുവരിയിൽ അമേരിക്കയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കാലിഫോർണിയയാണ്. 2024 ഫ്രഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? PSG ആണ്. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നടന്ന 2025 ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പണിംഗ് അണ്ടർ-17 പെൺകുട്ടികളുടെ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയ ഇന്ത്യൻ സ്ക്വാഷ് താരം ആരാണ്? അനാഹത് സിംഗ് ആണ്. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നടന്ന 2025 ബ്രിട്ടീഷ് ജൂനിയർ ഓപ്പണിംഗ് അണ്ടർ-17 പെൺകുട്ടികളുടെ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയ ഇന്ത്യൻ സ്ക്വാഷ് താരം ആരാണ്? അനാഹത് സിംഗ് ആണ്. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് ആരാണ്? കേരളമാണ്. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് ആരാണ്? കേരളമാണ്. 2025 ആഗോള ജാവലിംഗ് മത്സരത്തിന് വേദിയാകുന്നതും കേരളമാണ്. 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നതും കേരളമാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്നതും എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ അന്തർദേശീയ കള്ളപ്പണം തടയാൻ ആദ്യമായി സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച സംഘടനയാണ് ഇൻ്റർപോൾ. അന്തർദേശീയ കള്ളപ്പണം തടയാൻ ആദ്യമായി സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച സംഘടനയാണ് ഇൻ്റർപോൾ. 2025 ജനുവരിയിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? സഞ്ജയൻ കുമാറാണ്. 2025 ജനുവരിയിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? സഞ്ജയൻ കുമാറാണ്. 2025 ജനുവരിയിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? സഞ്ജയൻ കുമാർ. DRDO വികസിപ്പിച്ച മൾട്ടി ലെയർ വസ്ത്ര സംവിധാനമാണ് ഹിം കവച് എന്ന് പറയുന്നത്. PYQ ആണ്. ഈ അടുത്ത കാലത്ത് PSC ഇത് ചോദിച്ചിട്ടുണ്ട്. DRDO വികസിപ്പിച്ച മൾട്ടി ലെയർ വസ്ത്ര സംവിധാനമാണ് കിം കവച് എന്ന് പറയുന്നത്. 2025 ജനുവരിയിൽ കാട്ടുതീ മൂലം പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ്? അതും കാലിഫോർണിയയിലാണ്. 2025 ജനുവരിയിൽ കാട്ടുതീ മൂലം പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ്? കാലിഫോർണിയയിലാണ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ കുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേള നടക്കുന്നത് എവിടെയാണ്? പ്രയാഗ്രാജിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 ടോപ്പിക്കാണ് എടുത്തത്. ഒന്ന് ആസൂത്രണ കമ്മീഷനും നീതി ആയോഗും, പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള കറണ്ട് അഫയേഴ്സുമാണ് ഇന്ന് നമ്മൾ എടുത്ത ടോപ്പിക്ക്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ടാമത് പിന്നെയും കാണുക. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ ഒരു 90% കാര്യങ്ങളും PSC മുമ്പ് ചോദിച്ചതാണ്. പലതവണ ഏതൊരു LGS പരീക്ഷയ്ക്കും ഈ 2 ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവാറുണ്ട്.
അപ്പോൾ തീർച്ചയായും കമ്പനി ബോർഡ് LGSനും ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ് ചെയ്യുക. അതുപോലെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ചാനലും നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ഗുഡ് ബൈ.